അല്ല, LDF ജയിക്കാനവിടെ സാധ്യതയുണ്ട്. പക്ഷെ സ്ഥാനാർത്ഥി മാറണം. CPM-ലേക്ക് വരണം എന്നാണോ? അല്ലല്ല, CPI നിന്നല്ല. CPIക്ക് അവിടെ പറ്റുന്ന സ്ഥാനാർത്ഥികൾ. എങ്ങനെ ഒരു സ്ഥാനാർത്ഥി വേണം എന്നാണ് സഖാവ് പറയുന്നത്? ജനങ്ങളായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണല്ലോ തെരഞ്ഞെടുപ്പിൽ. ജോസ് ബേബി അയാള് അവിടെ ഒരു അംഗീകാരമുള്ള ആളാണ്. അയാളാണെന്നുണ്ടെങ്കിൽ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക്. അയാള് മാധവന്റെ മകനാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ ജനങ്ങളുടെ വോട്ട് വാങ്ങാൻ പറ്റുന്ന PK ശശിയുടെ സമീപനത്തിൽ മാറ്റം വരണമെന്നത് പാർട്ടിയുടെ ആവശ്യമാണ്. ഇത്തരം പ്രശ്നങ്ങൾ മൂലമാണ് അദ്ദേഹത്തെ പാർട്ടി തരം താഴ്ത്തിയത്. എങ്കിലും അദ്ദേഹം ഇപ്പോഴും പാർട്ടിയുടെ ഭാഗമാണെന്നും പാലോളി പറഞ്ഞു. അത് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളോട് വിയോജിപ്പുണ്ട്. അത്തരത്തിലുള്ള വിയോജിപ്പുകൾ പരിശോധിച്ചത് പരിശോധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അയാളെ സമീപനത്തിൽ മാറ്റം വേണം എന്നുള്ളത് കൊണ്ടാണ് നടപടിയെടുത്ത് അയാളെ താഴെ ഘടകത്തിലേക്ക് മാറ്റിയത്. ഇപ്പോഴും അയാൾ പാർട്ടിയായിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു. വെള്ളാപ്പള്ളി മുസ്ലിം ലീഗിനെയാണ് ആക്ഷേപിച്ചത്, അല്ലാതെ മലപ്പുറത്തെയല്ല. ലീഗിനെ വിമർശിക്കുന്നത് ഇസ്ലാമിനെയോ മലപ്പുറത്തെയോ വിമർശിക്കുന്നതിന് തുല്യമായി കാണേണ്ടതില്ലെന്നും പാലോളി വ്യക്തമാക്കി. അത് അംഗീകരിക്കാനും തള്ളാനും നമ്മൾ പാർട്ടിയെ ബാധിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ പാർട്ടിയുടെ നിലപാട് പറയും. വെള്ളാപ്പള്ളി ഒരു ഭാഗത്ത്, കുഞ്ഞാലിക്കുട്ടി വേറൊരു ഭാഗത്ത്, അവരൊക്കെ അവരുടെ രീതിയിൽ സംസാരിക്കുന്നു. ഈ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പാർട്ടി സെക്രട്ടറി അടക്കം വെള്ളാപ്പള്ളി നടേശനെ വെള്ളപൂശി സംസാരിക്കുന്നത് അതിൽ ശരികളില്ലേ? വെള്ളാപ്പള്ളി നടേശനെ വെള്ളപൂശാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ പറയുന്ന ചില കാര്യങ്ങൾ അംഗീകരിക്കുന്ന പാർട്ടി, അതേ സമയത്ത് അയാൾ പറയുന്ന ചില കാര്യങ്ങളോട് യോജിക്കാൻ കഴിയില്ല. അതിപ്പോൾ നമുക്കിഷ്ടമുള്ളത് അയാൾ പറയണം എന്ന് നിർബന്ധിക്കാൻ പറ്റുന്നതല്ലല്ലോ. നിരന്തരം മലപ്പുറത്തെ ഉൾപ്പെടെ അധിക്ഷേപിക്കുന്നു വെള്ളാപ്പള്ളി. ആ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി മുഖ്യമന്ത്രി നടക്കുന്നു. മലപ്പുറത്തെ അല്ല ആക്ഷേപിച്ചത്, മുസ്ലിം ലീഗിനെയാണ് ആക്ഷേപിച്ചത്. മുസ്ലിം ലീഗിനെ പറ്റി പറഞ്ഞാൽ അപ്പം ഇസ്ലാമിനെ പറ്റിയാണെന്നും പറയും, മലപ്പുറത്തിനെ പറ്റി. അത് രണ്ടും ആ രീതിയിലാണ് അവരതിനെ നേരിടുക. അപ്പോ ഈ വെള്ളാപ്പള്ളി വിഷയം ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ CPM-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കാം എന്നൊരു നീക്കം നടത്തുന്നുണ്ട്. അതെ, അത് കിട്ടുന്നതൊക്കെ എടുത്തിട്ട് CPM-നെതിരായിട്ടുള്ള പ്രവർത്തനം തന്നെയല്ല ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. അത് മാത്രമായി കണ്ടാൽ മതി എന്നുള്ളതാണ് വെള്ളാപ്പള്ളി. CCN കടമ്പഴിപ്പുറം.